നമ്മൾ വലുതായി കാണുന്ന, നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണുന്നത് എന്തെങ്കിലും ദൈവം നിന്നോട് തിരികെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മടക്കി തരുവാൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു പരീക്ഷയ ദൈവം അനുവദിക്കുമ്പോൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്ന, മക്കളെ നീ പതറിപ്പോകരുത്. എല്ലാവർക്കും ഈ പരിശോധനകളില്ല, എല്ലാവർക്കും ഈ കഷ്ടതകളില്ല. പരീക്ഷ സഹിക്കുന്ന, ഇതിനകത്തൊരു സഹനമുണ്ട് കേട്ടോ. ആ സഹനം ഭയങ്കരമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ ദൈവം കൊള്ളാവുന്നവനായി തെളിയിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മിലിറ്ററി ക്യാമ്പിൽ, ഒരു ആർമി ക്യാമ്പിൽ അവനെ ഒത്തിരി ട്രെയിനിങ്ങിലൂടെ കയറ്റിവിടും. അവന് ചെയ്യാൻ പറ്റാത്ത, അവൻ ടയർഡായി പോകുന്ന സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അവനെ കൊള്ളാവുന്ന ഒരു പട്ടാളക്കാരനാക്കി മാറ്റുകയാണ്, അവനെ കൊള്ളാവുന്ന ഒരു പോലീസുകാരനാക്കി മാറ്റുകയാണ്, അവനെ കൊള്ളാവുന്ന ഒരു ഓഫീസറാക്കി മാറ്റുകയാണ്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവവും നമ്മളെ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ, ശക്തരാക്കി മാറ്റുവാൻ ചില സാഹചര്യങ്ങൾ അനുവദിക്കും. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ ഒരു ആലോചനയായി, ഒരു ദൂതായി, ഒരു സന്ദേശമായി ഇത് പറയുന്നത് എനിക്ക് ആത്മാവിൽ വളരെ വ്യക്തമായിട്ട് അറിയാം. അവരോട് കർത്താവ് പറയുകയാണ്, ആമീൻ, ഇത് തകർച്ചയ്ക്കല്ല, ഇത് തകർത്ത് കളയാനല്ല, ഇത് നിന്നെ ഉടച്ചു കളയാനല്ല, ഇത് നിന്നെ ഇല്ലാതെയാക്കുവാനല്ല, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാനും, നിന്റെ ദൈവം ഒരു അത്ഭുതമാണെന്ന് ലോകത്തെ തെളിയിക്കുവാനും, ആമീൻ, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് വെളിപ്പെടുത്തുവാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ആമീൻ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ദൈവം വിശ്വസ്തൻ. God is faithful. God is faithful to you. God is faithful to your family. God is faithful to your ministry. God is faithful to your job. God is very, very, very faithful to you, my brothers and sisters. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവം നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പരിഹാരമുണ്ട്. ദൈവം അനുവദിച്ചതായ പരീക്ഷകൾ താൻ നേരിടുമ്പോൾ അബ്രഹാമിനറിയാം ഇതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പാ, വിറകും കത്തിയുമുണ്ട്, യാഗമൃഗം എവിടെ? അബ്രഹാം പതറിയില്ല, വാക്കിന്റെ മുൻപിൽ തെല്ലും ഇടറിയില്ല. ഒട്ടും അബ്രഹാം അതിശയോക്തിയോടെ ഇസഹാക്കിനെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അബ്രഹാം അത്തരങ്ങളെ തുറന്നു പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഈ മെസ്സേജ് കേൾക്കുന്ന ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പകച്ച് പതറി ഇടറി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തോട് കർത്താവ് പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. ജഹോവ ജൈറ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും. മോറിയ മലയിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ അബ്രഹാം കണ്ടില്ല. ആമീൻ. കല്ലുകൾ പെറുക്കി യാഗപീഠം പണിയുമ്പോൾ ദൈവത്തിന്റെ കരുതലുകളെ അബ്രഹാം കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ആമീൻ, ആമീൻ. വിറകുകൾ അടുക്കി ഇസഹാക്ക് എന്ന ഏകപുത്രന്റെ കൈകാലുകൾ കെട്ടി വിറകിന്റെ മുകളിൽ കിടത്തി, ആമീൻ, കത്തിയൂരി അവന്റെ മാറ് പിളർക്കുവാൻ തുടങ്ങുമ്പോൾ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറിയ ഒരു ദൈവമുണ്ട്. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിന്റെ ഇടയിൽ, ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്, ഇങ്ങനെ ഞൊടിയിടുന്ന ഒരു നേരത്തിന്റെ ഇടയിൽ കയറിയ ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, എല്ലാം അവസാനിച്ചു, എല്ലാം തകർന്നു എന്ന് കരുതി ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റിൽ, ആ ഒരു സെക്കൻഡിൽ നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന, ആമീൻ, സ്വർഗം ഇന്ന് പകൽ ജീവിക്കുന്നുണ്ടെന്ന് ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അത് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. അതെ, ആ മോറിയ മലയിൽ മുൾപടർപ്പിനകത്ത് ഒരാട്ടുകൊറ്റനെ ദൈവം
അബ്രഹാമിന് വേണ്ടി കുരുക്കിയിട്ടിരുന്നു. യഹോവ കരുതിക്കൊള്ളുമെന്ന് വായ്കൾ തുറന്നു പറഞ്ഞ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുൻപിൽ, ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിന്റെ മുൻപിൽ, ആശ്രയത്തിന്റെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ കരുതലുകളെ ദൈവം അതിന്റെ മുകളിൽ തനിക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമേ എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട്, ബാലന്റെ മേൽ കൈവെക്കരുതെന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരുതലുകളെ അബ്രഹാമിന്റെ കണ്ണുകൾ കൊണ്ട് താൻ കണ്ടതുപോലെ, താൻ കൈനീട്ടി അതിനെ പിടിച്ച് യാഗമാക്കി തീർത്തതുപോലെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രൊവിഷനുകൾ, ദൈവത്തിന്റെ കരുതലുകൾ, നീ വിശ്വാസം പറഞ്ഞില്ലേ, ചില കാര്യത്തിൽ നീ ചില നിങ്ങൾ ചില ഡിക്ലറേഷൻസ് നടത്തിയില്ലേ, ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ വീട്ടിൽ നടത്തിയില്ലേ, ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്തിരുന്ന് പിടിച്ചുകൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലേ, വീട്ടിനകത്തിരുന്നു കൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനം നടത്തിയില്ലേ, ചർച്ചിനകത്ത് ദൈവദാസന്മാരെ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനം നടത്തിയില്ലേ, നിങ്ങൾ അതരങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകളെ നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുവാൻ, നിന്റെ കരത്തിൽ എത്തിക്കുവാൻ, ആമേൻ, അതിനകത്ത് നിന്നെ ആക്കി വെക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുക. അതത്രേ ഈ ചരിത്രം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്.